അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗാസയിൽ ആക്രമണം ഇസ്രയേൽ കൂടുതൽ കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഗാസ സിറ്റിയിലെ അൽ അഹ്ലി അറേബ് ഹോസ്പിറ്റലിലും പേഷ്യൻസ് ഫ്രണ്ട്സ് ബെനവലൻറ്റ് സൊസൈറ്റി ഹോസ്പിറ്റലും പ്രവർത്തനരഹിതമായെന്ന് ആണ് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് പറയുന്നത്. ഇപ്പോൾ അഭിജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, എന്താണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് ഞാൻ ഈ സൂചിപ്പിച്ച വിധമുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങൾ? ഗാസയിൽ ഇസ്രായേലിൻ്റെ കടുത്ത ആക്രമണം തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരമാണ് ഇത്തരം കണക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഗാസ സിറ്റിയിലെ അൽ അഹ്ലി അറബ് ഹോസ്പിറ്റലും പേഷ്യൻ്റ് ഫ്രണ്ട് ബെനവലൻറ്റ് സൊസൈറ്റി ഹോസ്പിറ്റലും ഇപ്പോൾ പ്രവർത്തനരഹിതമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിരവധി മാധ്യമപ്രവർത്തകർക്കും ഈ ഇസ്രായേൽ ആക്രമണത്തിലൂടെ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റാഫ ക്രോസിങ്ങിലൂടെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ഇസ്രായേൽ സർക്കാരിന് നൽകിയിട്ടുണ്ട്. നിരവധി മാധ്യമപ്രവർത്തകരാണ് ഇസ്രായേൽ ആക്രമണത്തിലൂടെ മരിച്ചിട്ടുള്ളത്. റാഫയിലെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകയുടെ കാൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2023 തുടങ്ങിയ കഴിഞ്ഞ കൊല്ലം തുടങ്ങിയ ഈ ആക്രമണത്തിൽ 75% നിരവധി മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ശരത്, ശരി.